ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് വളരെ കൃത്യമായി പിഴയൊക്കെ ഈടാക്കുന്ന കാര്യമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറ്റിച്ചു പോകുന്നതാണ്. ഇത് ബംഗളൂരിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഹെൽമെറ്റ് ഇല്ല, പകരം തലയിൽ വെച്ചത് എന്താണെന്ന് കണ്ടു. കെ വി ശ്രീധരനുണ്ട് ബംഗളൂരിൽ നിന്ന്. ശ്രീധരൻ ഒരു വല്ലാത്ത അതിബുദ്ധിയായി പോയി. ഇയാളെ പിടിച്ചോ, പിഴ ഈടാക്കിയോ? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളല്ലേ ഇതിങ്ങനത്തെ പല സംഭവങ്ങളും, രസകരമായിട്ടുള്ള സംഭവങ്ങൾ ബംഗളൂരുവിൻ്റെ നിരത്തുകളിൽ പതിവാണ്. പക്ഷേ ഇതിനെ രസകരം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയേണ്ട. ഇതൊട്ടും രസകരമല്ല, നിയമലംഘനമാണ്. നിയമലംഘനത്തിന് അപ്പുറത്ത് ഇത് നമ്മുടെ തലയ്ക്ക് സുരക്ഷിതത്വം വേണം എന്ന് ആഗ്രഹിക്കുന്ന തലയ്ക്ക് മൂളയുള്ള ആളുകൾ ഇങ്ങനെ പരിപാടി ചെയ്യില്ല. ഏതായാലും നോക്കിയാൽ അറിയാം, ഇത് രൂപേന അഗ്രഹാര എന്ന് പറയുന്ന ആ റോഡിലാണ് ഇങ്ങനെ ഒരു ദൃശ്യം വരുന്നത്. ഈ റോഡിലൂടെ പോകുന്ന ആരോ പകർത്തി ട്വിറ്ററിലിട്ട ഒരു ദൃശ്യമാണിത്. തലയിലൊരു ഫ്രൈയിങ് പാനൊക്കെ വെച്ച് ചലാൻ ഒഴിവാക്കാൻ, അതായത് ഹെൽമെറ്റ് ഇല്ലാതിനാൽ ക്യാമറയിലൂടെ ചലാൻ പിഴ ഈടാക്കേണ്ട അവസ്ഥ വരും, ചലാൻ വരും. അത് ഒഴിവാക്കുന്നതിനാണ് ഈ ഫ്രൈയിങ് പാൻ തലയിൽ വെച്ചത്. ഏതായാലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വല്ലാതെ ഇത് പ്രചരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗളൂരു ട്രാഫിക് പോലീസ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള പോലീസാണ്. അതുകൊണ്ട് തന്നെ അവർ വൈകാതെ തന്നെ ഇയാളെ കണ്ടുപിടിക്കുകയും പിഴ ഈടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ആരാണ് ചെയ്തതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഒരുപാട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും ഇത് ഒട്ടും അനുകരിക്കേണ്ട ഒരു മാതൃക അല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കാണ്. താഴെ വീണാൽ ഈ ഫ്രൈയിങ് പാനൊന്നും രക്ഷയ്ക്കുണ്ടാവില്ല. ഹെൽമെറ്റ് വെക്കേണ്ടതിന് ഹെൽമെറ്റ് തന്നെ വേണം. തല ചിന്തിച്ച് തറാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ച് മാത്രമേ വാഹനം ഓടിക്കാവൂ എന്ന് പലപ്പോഴായിട്ട് പല വാർത്തകളിലൂടെ പറയുന്നു. ട്രാഫിക് പോലീസിന്റെ ബോധവൽക്കരണ വീഡിയോകൾ വരുന്നു. അവർ തന്നെ ബോധവൽക്കരണം ഓരോ സിഗ്നലിലും നടത്തുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇയാളിങ്ങനെ തലയിലൊരു ചട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്നത്. ഈ ചട്ടി വെക്കുന്നത് മാത്രമല്ല, ചില ആളുകൾ ഈ ഹെൽമെറ്റിന് പകരം വെറും ഒരു ചട്ടിത്തൊപ്പി വെച്ച് പോകുന്ന ആളുകളൊക്കെ നിരവധിയുണ്ട്. അതൊന്നും തലയ്ക്ക് സുരക്ഷ നൽകുന്ന ഒരു കാര്യമല്ല. ഏതായാലും തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ കണ്ട് അത് മാതൃകയാക്കരുത് എന്ന് മാത്രം. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന പല അപകടങ്ങളും കേരളത്തിൽ തന്നെ കണ്ടാണ്. ജസ്റ്റ് ഒരു സ്കൂട്ടർ കയറുന്നു, മറ്റേ സ്കൂട്ടറിൽ നിന്ന് ആൾ വീഴുന്നു, തല തട്ടുന്നു, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെയാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് ഓർക്കുക. ശരി ശ്രീധര, കാണാം.